ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ചെറിയ വീഡിയോ ആണ്. നമ്മുടെ യൂണിറ്റുകളുടെ കോപ്പർ പൈപ്പ് ഏതുവഴിയാണ് പോകുന്നത് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഔട്ട്ഡോർ യൂണിറ്റ്. ഈ ഔട്ട്ഡോർ യൂണിറ്റിനകത്ത് ഇപ്പോഴത്തെ സൈഡിൽ ഒരു വാട്ടർ ടാങ്ക് വരും എന്നുള്ളതാണ് എൻ്റെ സാർ അയച്ചു തന്ന പ്ലാൻ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ ലെഫ്റ്റിലോട്ടാണ് കൊണ്ടുവന്നത്. ഈ ഔട്ട്ഡോറിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെയാണ് കണ്ടൻസർ പൈപ്പിൻ്റെ ഗ്രില്ലെല്ലാം വരുന്നത്. അപ്പം ഇവിടുന്ന് നമുക്ക് മാക്സിമം എയർ കിട്ടണം. സാറിൻ്റെ ആ ഡ്രസ് വർക്കിനകത്ത് അതിനുള്ള സൗകര്യത്തിലല്ല അത് ചെയ്തിരിക്കുന്നത്. എന്നാലും ഞാൻ ഒരു ആപ്റ്റായിട്ടുള്ള പൊസിഷൻ ഇവിടെയാണ് കണ്ടത്. നല്ല കറക്റ്റായിട്ടുള്ള പൊസിഷനാണ്. കോപ്പർ പൈപ്പിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഹൈറ്റും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ഡക്റ്റും കൂടെ മേളി വേണം. അതായത് ഇവിടെ നിന്ന് നമ്മൾ എയർ എടുക്കുകയും സാറ് ഒരു ഓടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതിനകത്തുള്ള അത്രയും എയർ പോരാ ഈ മെഷീന്. ഇത് 15 HP മെഷീനാണ് വരുന്നത്. അപ്പോൾ അത്രയും ഇത് പോരാ. ഇതിനു വേണ്ടി അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായാൽ സർവീസ് ചെയ്യാനും ഇതിനെല്ലാം സൗകര്യമായിരിക്കും. ഇതുപോലെ ഒരു ഡക്റ്റും കൂടെ ഞങ്ങൾ ചെയ്ത് ആ എയർ ഈ ഡ്രസ്സിനകത്ത് നിൽക്കാതെ പുറത്തോട്ട് പോവുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഐസൊലേറ്റർ വരുന്നു, അതേപോലെ ഹെഡർ പൈപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹെഡർ പൈപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 കണക്റ്റിംഗ് പൈപ്പ്, ഒരു പൈപ്പ് ഇവിടുന്ന് നേരെ താഴോട്ട് ആ ഡ്രസ്സിങ് ഏരിയയിലോട്ട് പോകുന്നു. വേറൊരു പൈപ്പ് ഇവിടുന്ന് നേരെ താഴോട്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയിലോട്ട് പോകുന്നു. ഇത് രണ്ടും ബാത്റൂമിനകത്ത് പോയി ഇറങ്ങത്തില്ല, ആ പൗഡർ ഏരിയക്കകത്ത് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ നോക്കി തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആ പൈപ്പ് നേരെ ഇൻഡിവിജ്വൽ പൈപ്പായിട്ട് മാറുന്നു. 3 യൂണിറ്റിനാണ് പോകുന്നത്. ഒരു കണക്റ്റിംഗ് പൈപ്പ് ഇരുന്ന് 3 യൂണിറ്റിലോട്ടാണ് പോകുന്നത്. ഈ സർക്യൂട്ട് 1 എന്ന് പറയുന്നത് ഇവിടെ ഇറങ്ങുന്നു. ഈ സർക്യൂട്ട് 1-നകത്തിരുന്ന് റെഫ്നെറ്റ് വഴി നേരെ ഇത് കണ്ടോ ഈ യൂണിറ്റിലോട്ടാണ്. ഈ യൂണിറ്റ് എല്ലാം മാക്സിമം ഹൈറ്റിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് താഴോട്ട് അതിൻ്റെ കോളർ കൊണ്ടുവന്നിരിക്കുന്നത്. മെഷീനും അതിനനുസരിച്ച് താഴാം. എന്തിനാ മെഷീൻ മേളിലോട്ട് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ മാക്സിമം മേളിൽ നിർത്തി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പം നമുക്ക് കുറച്ചും കൂടെ ഓഫ്സെറ്റിൻ്റെ ആ ഇത് കുറയും. അതിനു വേണ്ടിയാണ് ഇവിടെ ഒരു ഐസൊലേറ്ററും അതേപോലെ ഒരു ലൈറ്റിൻ്റെ ഓപ്ഷനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് സർവീസ് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഡ്രെയിനിലോട്ട് ഇവിടുന്ന് പോയി നേരെ ആ ബാത്റൂമിനകത്താണ് ഡ്രെയിൻ പോകുന്നത്. സാറിൻ്റെ ഇതാണ് ഒരു ഇൻഡിവിജ്വൽ പൈപ്പ്. നെക്സ്റ്റ് പൈപ്പ് പോകുന്നത് ഈ റെഫ്നെറ്റിനകത്തിരുന്ന് ഫസ്റ്റ് ഫ്ലോറിലെ ഈ യൂണിറ്റിലോട്ടാണ് പോകുന്നത്. ഈ യൂണിറ്റ് ഇതിൻ്റെയും ഡ്രെയിന് സാറ് നോക്കുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇതൊക്കെ ഈ നമ്മൾ ബെൻഡിനൊക്കെ ഒരു കണക്കുണ്ട്. ഏറ്റവും മിനിമം 1/2 മീറ്റർ എങ്കിലും കഴിഞ്ഞിട്ട് ബെൻഡ് വരാവൂ. അത് കാരണമാണ് ഈ പൈപ്പിങ്ങിനെ നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്, ഡിസ്റ്റൻസ് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ റെഫ്നെറ്റ് കഴിഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടേ ബെൻഡ് പാടും. അതാണ് ഈ റെഫ്നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ വൈ ജോയിൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ താഴെ പോയിട്ട് ഇത് ഇവിടെ നിന്ന് ഇറങ്ങി ഇത് നേരെ ഇതുവഴി പോയിട്ടാണ് ഇത് ഇതിലോട്ട് പോകുന്നത്. ഇതിൻ്റെ ഡ്രെയിന് ഞാനിങ്ങനെ നമുക്കിതിന് പമ്പുണ്ട് ഓൾറെഡി. ഈ കാസറ്റിനെല്ലാം പമ്പ് വരും. പ്രസ്സിൻ്റെ മേളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡ്രെയിനേജിൻ്റെ സാറ് പറയുന്ന രീതിയിലാക്കാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പം ഇതാണ് സാറേ ഫസ്റ്റ് യൂണിറ്റിനകത്ത് ഇരുന്ന് പോകുന്ന സർക്യൂട്ട് 1. ഇവിടെ നിന്നാണ് നമ്മൾ കോർ ഡ്രില്ല് ചെയ്ത് ഈ കോപ്പർ പൈപ്പ് ഇറക്കുന്നത്. ഇത് ഞാൻ പടത്തിനകത്ത് ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. സെക്ഷനും ഡിസ്ചാർജും കേബിളും കൂടെ വരും. എന്താണെങ്കിലും നമുക്കൊരു 4 ഇഞ്ചസിൻ്റെ ഒരു ഡയമീറ്റർ മിനിമം വേണം. 4 ഇഞ്ചസിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂട്ടി 6 ഇഞ്ച് ആണെങ്കിൽ കറക്റ്റാണ്, യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. 4 ഇഞ്ച് ആണെങ്കിൽ ചിലപ്പോൾ ഈ ഇൻസുലേഷനും ഇതെല്ലാം വന്നു കഴിയുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടായിരിക്കും കയറുന്നത്. നമുക്ക് 6 ഇഞ്ചിന് എടുത്തിട്ട് അതിനകത്ത് ഇത് ഇറക്കിയിട്ട് ബാക്കിയുള്ളത് പി ഫോം വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. ഞാൻ പറഞ്ഞതാണ്, പി ഫോം വെച്ച് ഞങ്ങൾ നോർമലി ഫില്ല് ചെയ്യാറുണ്ട്. പിന്നെയുള്ള വെതർ സൊല്യൂഷൻ സാറ് നോക്കിയാൽ മതി. ഇത് ഒന്ന്. രണ്ടാമത് സർക്യൂട്ട് 2.
സർക്യൂട്ട് ട്യൂബും ഇതേപോലെ ഇത് നേരെ വന്നിട്ട് ഈ ബെഡ്റൂമിനകത്താണ്, ഈ ബാത്റൂമിനകത്താണ്, ഈ മേളത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിനകത്താണ് ഇത് ഇറങ്ങുന്നത്. ഇത് ഇറങ്ങിയിട്ട് ഇതുണ്ട്. ഇവിടെ നിന്ന് റെഫ്നെറ്റ് വന്നിട്ട് ഈ റെഫ്നെറ്റ് വഴി 2 ഇൻഡിവിജ്വൽ പൈപ്പായിട്ട് പോകും. ഈ ഇൻഡിവിജ്വൽ പൈപ്പ് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി ഇവിടെ വന്ന് ഫസ്റ്റ് നമ്മുടെ ഈ മെഷീനിലോട്ട് പോകുന്നു. ഈ മെഷീനിൽ ഇരുന്നാണ് ലിവിംഗ് റൂം, ഡ്രോയിങ് റൂമിലോട്ട് എല്ലാം സപ്ലൈ വരുന്നത്. അത് ലിവിംഗ് റൂമിലോട്ട് ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ ഈ മെഷീനിൽ നിന്ന് തന്നെ ഇത് മോട്ടറൈസ്ഡ് വോളിയം കൺട്രോൾ ഡാമ്പറാണ്. അപ്പം ഈ മെഷീൻ ഓൺ ചെയ്തിട്ട് ഈ ഡാമ്പർ ഓൺ ചെയ്താലേ ഇങ്ങോട്ട് സപ്ലൈ പോകത്തുള്ളൂ, ഈ ബ്രാഞ്ചിലോട്ട് പോകത്തുള്ളൂ. ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്താൽ ബെഡ്റൂമിലോട്ട് വരും. അപ്പം രാത്രി ബെഡ്റൂമിൽ മാത്രമേ പ്രസൻസ് ഉള്ളെങ്കിൽ ഇത് മാത്രം ഓൺ ചെയ്താൽ മതി. അതേപോലെ ഇതിലോട്ട് സപ്ലൈ പോകുന്നു, കണക്ട് ഇൻഡിവിജ്വൽ പൈപ്പ്. നെക്സ്റ്റ് പൈപ്പ് നേരെ ഇങ്ങനെ പോയി മേളിൽ കൂടെ പോയി ഈ ഗസ്റ്റ് ബെഡ്റൂമിനകത്ത് ഇത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം ഏതെങ്കിലും ഒരു ബെഡ്റൂം വഴി മാത്രമേ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ റെഫ്നെറ്റ് വരും, വൈ ജോയിന്റ് വരും. വൈ ജോയിന്റ് ഇരുന്ന് വീണ്ടും ഇൻഡിവിജ്വൽ പൈപ്പ് ഒരെണ്ണം നേരെ റൈറ്റിലോട്ട് പോകുന്നു, വേറെണ്ണം ഈ മുറിക്കകത്തിരിക്കുന്ന ഡക്റ്റിലോട്ട് പോകുന്നു. ഇവിടെ ഇതിന് മെഷീൻ റിട്ടേൺ കിട്ടും. ഇത് സപ്ലൈ ട്രെയിന് ഈ ബൾക്ക്ഹെഡിനകത്തിരുന്ന് ഈ മെഷീനുള്ള ഇത് കിട്ടും, റിട്ടേൺ കിട്ടും. ഈ ബൾക്ക്ഹെഡിൻ്റെ താഴെ നമ്മൾ വെന്റിലേഷൻ വയ്ക്കും. അപ്പം ഈ മെഷീനിലുള്ളത് കിട്ടും. കുറച്ചും കൂടെ ഈ മുറിക്കകത്തിരുന്നും കിട്ടും. ഇവിടെയും നമുക്ക് റിട്ടേണിൻ്റെ എയർ, അപ്പോൾ ഈ മെഷീന് റിട്ടേൺ എയർ കറക്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ പൈപ്പ് പോകുന്നത് ഒന്ന് ആ മെഷീനിലോട്ട് പോകുന്നു, വേറൊരെണ്ണം ഇത് നേരെ ഈ നമ്മുടെ ആ പാസേജ് ഉണ്ടല്ലോ, ആ പാസേജിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് ഇത് നേരെ കോപ്പർ പൈപ്പ് മേളിൽ പോയി നേരെ കാസറ്റ് എ സി 2 ടൺ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാം. ഇതാണ് അതിൻ്റെ ഐസൊലേറ്റർ ഇരുന്ന് പവർ കോഡ്. ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ഇതുപോലെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പൊസിഷൻ സാറ് പറയുന്ന അനുസരിച്ച് മാറ്റാം. ഞാൻ പറഞ്ഞത് നമ്മളിത് വയറിങ്ങും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് ഈ മെഷീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വയറിങ്ങും അതേമാതിരിയുള്ള കാര്യങ്ങളെല്ലാം സാറ് പറയുന്ന പോലെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് മാറ്റാൻ പറ്റും. ഈ മെഷീൻ്റെ പൊസിഷൻ എല്ലാം ഇതാണ് പ്രോപ്പറായിട്ട് ഫിക്സ്ഡ്. ഔട്ട്ഡോറിൻ്റെ പൊസിഷൻ മാറ്റല്ല, ഔട്ട്ഡോറിൻ്റെ പൊസിഷൻ ഇതേ ഉള്ളൂ. വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വെന്റിലേഷനും കാര്യങ്ങളും കോപ്പർ പൈപ്പിങ്ങും എല്ലാം മാറേണ്ടി വരും. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ പ്ലേസ് അല്ലാതെ ആപ്റ്റായിട്ടുള്ള വേറൊരു പ്ലേസിലോട്ട് പോകുമ്പം ഈ കോപ്പർ പൈപ്പിങ്ങിൻ്റെ എല്ലാം പൊസിഷൻ വീണ്ടും മാറും. അതാണ് ഈ ലേഔട്ട് കൊടുക്കാനുള്ള താമസം വരുന്നതിൻ്റെ പ്രശ്നം. അതാണ് VRF-നകത്ത് വരുമ്പോൾ കോപ്പർ പൈപ്പിങ് ഹൈറ്റ്, ലെവല്, ഡിസ്റ്റൻസ്, അതേപോലെ ജോയിന്റുകൾ കഴിഞ്ഞുള്ള ബെൻഡ്, ഇങ്ങനെയുള്ള എല്ലാ ഇതുമുണ്ട്. അപ്പം നമ്മൾ ഈ കോട്ട് ചോദിക്കുന്ന മുമ്പ് കമ്പനിക്ക് ഇതെല്ലാം കറക്റ്റ് ആണെന്നുള്ളത് സിമെട്രിക് ഡിസൈൻ അയച്ചു കൊടുത്താൽ മാത്രമേ അവർ കോട്ട് പ്രൊവൈഡ് ചെയ്തു, അല്ലെങ്കിൽ പ്രൈസ് പ്രൊവൈഡ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ മെഷീൻ്റെ പെർഫോമൻസ് അത് ബാധിക്കുന്നുള്ള കാരണം ചുമ്മാ പ്രൈസിങ് നമ്മൾ നോർമൽ ഇൻവെർട്ടർ മോഡലിന് തരുന്ന പോലെ തരത്തില്ല. അപ്പം ഞാൻ ഈ സിമെട്രിക് ഡിസൈനിൻ്റെ ചാർട്ട് ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തേക്ക് കൊട്ടേഷൻ തരാം. ഇപ്പം ഞാൻ സാറിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അയച്ചു തരാം. താങ്ക് യു.